ജിമ്മി, അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. MLA ആയി തുടരാം. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടാത്ത, പാർട്ടിയിലില്ലാത്ത, നിയമസഭയിൽ സ്വന്തമായിട്ട് ബ്ലോക്കിൽ ഇരിക്കാൻ പറ്റാത്ത ഒരു സ്വതന്ത്രനായ MLA ആയി മാറിക്കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ സസ്പെൻഷൻ മതിയോ? അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോൺഗ്രസ്സുകാരനാണ് താനും. ടെക്നിക്കലി കോൺഗ്രസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു സുവർണ അവസരം എന്നാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. സുവർണ അവസരം. കാരണം ഇന്നേ വരെ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ വിഷയത്തിൽ ആരോപണം വരുമ്പോൾ ഇത്ര പരസ്യമായി പാർട്ടിക്കകത്തുള്ള ആളുകൾ തന്നെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ ശക്തമായ നടപടി വേണമെന്ന് പറഞ്ഞ് ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല. സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് കേരളത്തിൽ ഇതിനു മുമ്പ് ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എതിർ പാർട്ടിക്കാരെന്തെങ്കിലും പറയും, ഇപ്പുറത്ത് തന്ത്രപരമായ മൗനമായിരിക്കും. ഇവിടെ ഉമാ തോമസ് MLA ഇങ്ങനെ ഒരാൾ ഈ പാർട്ടിക്ക് വേണ്ട എന്ന് പറയുന്നു. KPC പ്രസിഡന്റ് എന്ന് പറയുന്നത് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം രാജി എന്ന മട്ടിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു. വേറെ പ്രധാനപ്പെട്ട ആളുകൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഇവരെല്ലാവരും നമ്മളോട് സംസാരിക്കാൻ തയ്യാറാണ്. നിശിതമായി വിമർശിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സംഭവം തുടങ്ങുന്നത്. ഈ വാർത്ത വന്ന് 24 മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയുടെ യുവജന സംഘടനയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷമാണ് ഈ അഭിപ്രായങ്ങൾ മുഴുവൻ വരുന്നത്. എന്ന് വെച്ചാൽ ഈ വിഷയം ഇവിടം കൊണ്ട് തീരില്ല എന്ന് പാർട്ടിയിലെ സാധാരണക്കാരല്ല, MLA വരെയുള്ള ആളുകൾ, അതിനു മുകളിലുള്ള നേതാക്കൾ എല്ലാവരും ശക്തമായി പറയുകയാണ്. ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. ഇതിനു മുമ്പ് എല്ലാവരും തന്ത്രപരമായ മൗനം പാലിക്കുകയാണ് ചെയ്യുക. ഇതുവരെയുള്ള ശീലം അതാണ്. വേണമെങ്കിൽ കോൺഗ്രസ്സിന് വളരെ ന്യായമായിട്ടും പറയാമായിരുന്നു, കേസുണ്ടോ, പരാതിയുണ്ടോ, പരാതിക്കാരി എവിടെ, ഇതെല്ലാം പറയാമായിരുന്നു. അതൊന്നും ചെയ്യാതെ വളരെ ഓപ്പണായിട്ട് ഈ വിഷയത്തിലൊരു കാമ്പുണ്ട്, പരാതിക്കാരിയില്ല, പരാതിക്കാരി പരസ്യമായി വന്നിട്ടില്ല, കേസില്ല, ഒരു പാർട്ടിക്ക് ഔദ്യോഗികമായി പരാതി എഴുതി കൊടുത്തിട്ടില്ല, ഇതൊന്നുമില്ലാതിരുന്നിട്ടും നടപടി വിഷയം വളരെ ഗുരുതരമാണെന്നും നടപടി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല എന്നും നേതൃത്വത്തിൽ ഇരിക്കുന്നവരും അതിന് താഴെ ഇരിക്കുന്നവരും സാധാരണ പ്രവർത്തകരും പറഞ്ഞ അസാധാരണമായ ഒരു സാഹചര്യം. കേരളത്തിലെ ആദ്യത്തെ സംഭവം എന്ന് വരെ വേണമെങ്കിലും പറയാം. നമുക്കിതിനു മുമ്പുള്ള പരിചയം എന്താണ്? CPMൻ്റെ MLA ആയിട്ടുള്ള ശ്രീ M മുകേഷിൻ്റെ കാര്യത്തിൽ എന്താണ് വന്നത്? 2 കേസുകളാണ് ഉണ്ടായിരുന്നത്. ആ 2 കേസുകളിലും ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന MLAയുടെ കേസിൽ പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്, ഇയാൾ കുറ്റവാളിയാണെന്ന് പറഞ്ഞ്. അതിനുശേഷം വന്ന എൽദോസ് കുന്നപ്പള്ളി കുറേ ദിവസം ഒളിവിൽ പോയി, അതിനുശേഷം ജാമ്യമെടുത്ത് രക്ഷപ്പെടുന്നു. M വിൻസെൻ്റ് കുറേ നാൾ ജയിലിൽ കിടന്നു. ഈ 3 പേരുടെ കാര്യത്തിലും വളരെ തന്ത്രപരമായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തത്. ഒരു പേരിന് രാജി വേണമെന്നും വേണ്ടാമെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. കേരളത്തിലൊരു പുതിയ നോർമൽ ഉണ്ടാക്കാൻ പോകുന്ന രീതിയിൽ കോൺഗ്രസ് വളരെ സജീവമായി മുന്നോട്ട് വരികയും ആദ്യമായി ഒരു MLA ഇങ്ങനെയൊരു ഗുരുതരമായ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരാതിയില്ലെങ്കിലും, പരാതിക്കാരി പരസ്യമായി ഔദ്യോഗികമായി പരാതിയില്ലെങ്കിലും, പരാതിക്കാരി പരസ്യമായി വന്നില്ലെങ്കിലും ഇതൊരു ഗൗരവമായ വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ്സിലെ ഒരു പാർട്ടിയിലെ ആളുകൾ പ്രതികരിക്കുന്നു. അത് വളരെ വളരെ മനോഹരമായൊരു സാഹചര്യമായിട്ടാണ് ഞാൻ കണ്ടത്. ഇതിന് മറുവശം വെക്കേണ്ടത് എന്താണ്? മുകേഷിൻ്റെ കാര്യത്തിൽ അന്ന് CPMയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ പറഞ്ഞത്, ധാർമ്മികതയുടെ പേരിൽ ഇപ്പോൾ ഈ MLA സ്ഥാനം കളഞ്ഞാൽ പിന്നീട് തെറ്റാണെന്ന് തെളിഞ്ഞാൽ ധാർമ്മികതയുടെ പേരിൽ ഈ മന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടുമോ എന്നാണ് MV ഗോവിന്ദൻ്റെ പ്രശസ്തമായ ചോദ്യം. ഇവിടെ അങ്ങനെയല്ല. ഈ വിഷയത്തിൽ രാജിയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നതിലേക്ക് എല്ലാവരും എത്തുന്ന ഒരു 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 പ്രത്യേക സാഹചര്യം. അത് കോൺഗ്രസ് സംഘടനയുടെ ഒരു ചട്ടക്കൂടിൻ്റെ പ്രത്യേകത കൂടിയാണ്. വളരെ സുഗമമായ ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ്സിലെ നേതാക്കളും പ്രവർത്തകരും അതിഗംഭീരം ഉപയോഗിക്കുകയും അവരുടെ വഴിക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തതാണ് ഒരു വഴിക്ക്. മറുവശത്ത് എന്താണ്? CPMൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായാലും കമാന്നൊരക്ഷരം പറയാൻ ധൈര്യം ഇല്ലാത്ത, അല്ലെങ്കിൽ സംഘടന ചട്ടക്കൂട് അനുവദിക്കാത്ത എന്ത് സംഭവം ഉണ്ടായാലും പാർട്ടിക്കകത്ത് എത്ര പരാതികൾ വന്നാലും അത് പാർട്ടി പറയും, പാർട്ടി നേതാവ് പറയും എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നതാണ് പതിവ്. അവിടെ നിന്നാണ് ഇവിടെ ഒരു മാറ്റമെന്ന് ആലോചിക്കണേ. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു മാറ്റം. എനിക്ക് ഓർമ്മയുള്ളത് 2011 CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ശശിയെ മാറ്റി നിർത്തുമ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അന്ന് പിണറായി വിജയനോട് ചോദിക്കുകയാണ്, അല്ല ഒരു സ്ത്രീയുടെ പരാതി ഉണ്ടെന്ന് കേൾക്കുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അതൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമല്ല എന്നാണ്. ഇപ്പോഴും പറഞ്ഞിട്ടില്ല, പിന്നീടും പറഞ്ഞിട്ടില്ല, ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. അവിടെയാണ് കോൺഗ്രസ് തിളങ്ങിയത്. കോൺഗ്രസ്സിലെ എല്ലാവരും ഇതൊരു സീരിയസ് വിഷയമാണെന്ന് തന്നെ പറഞ്ഞത്. പക്ഷേ എന്തു പറ്റി? ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജിയാണ് KPC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നെഞ്ചു വിരിച്ചു നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് പറയാമായിരുന്നു, 24 മണിക്കൂറിനകം അയാളെ ഞങ്ങൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 48 മണിക്കൂർ കഴിയുമ്പോൾ MLA സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. ഇത്രയും പറഞ്ഞാൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ വളരെ വലിയൊരു
ഒരു 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 പൊളിറ്റിക്കൽ മൈലേജ് അടുത്ത 2 തെരഞ്ഞെടുപ്പുകൾ വരുന്ന പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് വെറും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിന് ഉണ്ടാകാമായിരുന്നൊരു മൈലേജ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ആ മൈലേജും രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, കോൺഗ്രസ് പാർട്ടിക്കകത്തെ ഒരു നന്മ, അവരാ ഒരു സ്ത്രീയുടെ പക്ഷത്ത് നിന്നു എന്ന ഒരു 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 സിറ്റുവേഷൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതൊന്നും ഉണ്ടായില്ല. ഇത്രയെല്ലാം വലിയ വാചകമടിച്ചിട്ട്, ഇത്രയെല്ലാം ധാർമ്മികത പറഞ്ഞിട്ട്, ഈ പാർട്ടിയിൽ അയാൾ തുടരാൻ പോലും അയാൾക്ക് യോഗ്യതയില്ല എന്ന് MLA അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ട്, പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞിട്ട്, അവസാനം KPCC പ്രസിഡന്റ് നാടകീയമായി വന്ന് സസ്പെൻഡ് ചെയ്തു. അത് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ CPM-കാർ എന്തൊക്കെയാണ് ചെയ്തത്, CPM-ൻ്റെ നേതാക്കൾ ഇങ്ങനെ നടപടി എടുത്തിട്ടുണ്ടോ, BJP-യുടെ യെദ്യൂരപ്പയെ പോസ്കോ കേസിൽ പ്രതിയായിട്ടും അയാളെ BJP-യുടെ പദവിയിൽ എത്തിച്ചില്ലേ, ഉന്നത പദവിയിൽ എത്തിച്ചില്ലേ, സമീകരണമാണ് നടത്തിയത്. അപ്പോൾ എന്ത് പറ്റിയ അവസാനം? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ്? കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ കോൺഗ്രസ്സുകാരനല്ല. MLA ആണ്, പക്ഷേ ഒരൊറ്റ കോൺഗ്രസ്സുകാരനും കൂടെ വരില്ല. നിയമസഭയിൽ പോയി ഇരിക്കാം, പക്ഷേ ആരുടെയും കൂടെ ഇരിക്കാൻ പറ്റില്ല, ആരും കൂടെ കൂട്ടുകയുമില്ല. നോക്കണേ ഒരാളുടെ അവസ്ഥ. ചുരുക്കത്തിൽ ആർക്കും വേണ്ടാത്ത, ഒരാളുടെയും പിന്തുണയില്ലാത്ത, ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാത്ത, ഒരു പൊതുപരിപാടിക്ക് പോലും തലയുയർത്തി പോകാൻ പറ്റാത്ത ഒരു കോൺഗ്രസ്സുകാരനെ, അവിടെയാണ് പ്രശ്നം. ഒരു കോൺഗ്രസ്സുകാരനായ MLA കോൺഗ്രസിൻ്റെ നേതൃത്വം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത്രയൊക്കെ ഇത് മാത്രമേ പറ്റുള്ളായിരുന്നെങ്കിൽ, സസ്പെൻഷൻ മാത്രമേ പറ്റുള്ളായിരുന്നെങ്കിൽ ഈ ആദ്യത്തെ 2 ദിവസത്തെ ഈ മസിൽ പിടിപ്പം പെരുപ്പീര് എന്തിനായിരുന്നു? നേരെ അങ്ങ് പറഞ്ഞാൽ പോരെ, സസ്പെൻഷൻ മതി. അപ്പോഴും ഇതുവരെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണ വിധേയൻ, അയാൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, അയാളെ പ്രാഥമിക അംഗത്വത്തിൽ സസ്പെൻഡ് ചെയ്യുന്നത് ആദ്യത്തെ നടപടിയാണ്. മുകേഷിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പാർട്ടി മെമ്പർ അല്ല, അദ്ദേഹം സ്വതന്ത്രനായി വന്ന ആളാണ്, പാർട്ടി ചിഹ്നത്തിലാണ്. പക്ഷേ എന്താണ് മുകേഷിനെ ചെയ്തത്? മുകേഷിനെ പാർലമെൻറ്റിലേക്ക് അയക്കാനാണ് CPM തീരുമാനിച്ചത്. പാർലമെൻറ്റിൽ വെച്ച് മത്സരിച്ചു, ജയിച്ചിരുന്നെങ്കിൽ പാർലമെൻറ്റിൽ പോയിരുന്നേനെ. അത് ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തിരുന്നു എന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിലും ഒരു മൈലയുണ്ടായേനെ. ഇതിപ്പോൾ അമ്മാത്തത്ത് പുറപ്പെടുകയും ചെയ്തു, ഇല്ലത്ത് എത്തിയതുമില്ല. ശരി, ഇല്ലത്ത് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത് എത്തിയതുമില്ല, രണ്ടായാലും. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ ഒരു വലിയ ഗതികേടാണിത് കാണിക്കുന്നത്. കൃത്യമായൊരു തീരുമാനമെടുക്കാനും ആ തീരുമാനം നടപ്പിലാക്കാനും പറ്റാതെ എല്ലാ കാലത്തും കോൺഗ്രസിനെ എങ്ങനെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗ്രൂപ്പിസങ്ങളും വിവിധ താല്പര്യങ്ങളും പിടിച്ചു വലിക്കുന്നത് അതുപോലെ അവസാനിക്കുകയും ചെയ്തു. അവരുടെ പ്രശ്നം ഉപതിരഞ്ഞെടുപ്പാണ്, ഉപതിരഞ്ഞെടുപ്പിൽ നമ്മൾ തോക്കും എന്നുള്ള പേടിയായിരുന്നു. ഇത് ആദ്യമേ ആലോചിക്കണ്ടേ? നിങ്ങൾക്കിതൊക്കെയാണ് നിങ്ങളെ മതിക്കുന്ന പ്രശ്നമെങ്കിൽ 24-48 മണിക്കൂർ മുമ്പ് ഇതൊക്കെ ആലോചിക്കാനുള്ള സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെ ജനങ്ങൾക്ക് മുമ്പിൽ, പാർട്ടിക്കാർക്ക് മുമ്പിലൊക്കെ സ്വതന്ത്രമായി നേതാക്കൾ അഭിപ്രായം പറയുന്നു. അതിൽ ആവേശഭരിതരായി താഴെത്തട്ടിലുള്ള നേതാക്കളും അണികളും അധിക അഭിപ്രായം ഏറ്റുപറയുന്നു. ഏറ്റവും അവസാനം ഇതൊന്നുമില്ല, എല്ലാം അവസാനിക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും ഗതികേട്. മര്യാദയ്ക്കൊരു തീരുമാനമെടുക്കില്ല. ഇനി തീരുമാനമെടുത്താൽ മര്യാദയ്ക്ക് അത് നടപ്പിലാക്കാൻ അറിയില്ല. ഇനി നടപ്പിലാക്കിയില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളുടെ കാര്യത്തിലും ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു MLA നടക്കുമ്പോൾ അതൊരു കോൺഗ്രസ് MLA ആയിട്ടാണ് ഈ തേരാപ്പാര നടക്കുന്നത്. അത് ആര് ചുമക്കണം? അത് കോൺഗ്രസ് തന്നെ ചുമക്കണം. അയാൾ CPM-കാരനല്ല ഇപ്പോഴും, അയാൾ BJP-കാരനല്ല, അയാൾ CPI അല്ല, അയാൾ കേരള കോൺഗ്രസ് അല്ല, അയാൾ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഇങ്ങനൊരു MLA സൃഷ്ടിച്ചു വിട്ടപ്പോൾ അതിൻ്റെ ഗതികേട് കോൺഗ്രസ്സിന് തന്നെയാണ്. ചുരുക്കത്തിൽ ഒരു തരത്തിലും ഉള്ള ഒരു ശോഭയുമില്ലാതെ എന്നാൽ എടുക്കാവുന്ന പ്രധാനപ്പെട്ട നടപടികൾക്ക് എടുക്കുകയും ചെയ്തു. അതിൻ്റെ എല്ലാ ശോഭകളും കെടുത്തുകയും ചെയ്തു. ഇതിലും ഭേദം മറ്റ് 3 MLA-മാരുടെ കാര്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും CPM എടുത്തതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ആ സമയത്ത് ഇത് കോൺഗ്രസ് അവസാനിപ്പിക്കുന്നതായിരുന്നു നല്ലത്. അങ്ങനെ ചെയ്തില്ല. ഇത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ക്രൈസിസ് ആണ്. അതിൻ്റെ ഫലം കോൺഗ്രസ് വരുന്ന ദിവസങ്ങളിൽ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. Meet the editors.